SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ നിലയ്ക്ക് നിർത്തേണ്ടതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് വിരോധം അത് ഏത് തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കണമെന്നും കൃത്യമായി അടൂർ പ്രകാശിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം SNDPയുടെ നിരവധിയായിട്ടുള്ള താലൂക്ക് യൂണിയനുകളിലും ഒക്കെ അടൂർ പ്രകാശ് സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോൾ, പ്രത്യേകിച്ചും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അദ്ദേഹം ആദ്യമായി വിജയിക്കുന്ന 1996 2019 വരെ അദ്ദേഹം കോന്നി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA ആണ്. 2 തവണ അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 2 തവണയായി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം MP ആണ്. നിലവിൽ അടൂർ പ്രകാശും വെള്ളാപ്പള്ളി നടേശനും ഇപ്പോഴും സൗഹൃദം നിലനിർത്തുകയാണ് എന്ന കാര്യം മനസ്സിലാക്കിയാണ് KPCC അദ്ദേഹത്തിന് ചുമതല കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം അടൂർ പ്രകാശ് നിലവിൽ UDFന്റെ കൺവീനർ കൂടിയാണ്. SNDP യോഗത്തിൻ്റെ വലിയ രീതിയിലുള്ള തകർച്ച കാണാനാണ് VD സതീശൻ ആഗ്രഹിക്കുന്നതെന്നും ഇതുപോലൊരു ഈഴവ വിരോധിയെ ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നുമുള്ള തട്ടിവിടലാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത്. എന്നാൽ 100 അസംബ്ലി സീറ്റുമായി UDF അധികാരത്തിലേക്ക് വന്നാൽ താൻ യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് UDF അധികാരത്തിലേക്ക് തന്നെ വരും, രാജിവെക്കാൻ തയ്യാറായി ഇരുന്നോളൂ എന്നുള്ളത്. ഏതായാലും അടൂർ പ്രകാശ് കൃത്യമായും ഒരു ശക്തമായൊരു മെസ്സേജ് കൊടുക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവർ പറയുന്നത്. അതല്ലാത്ത പക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാർ മുതലാളിയായിരുന്ന നടേശനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് മറ്റൊരു ബാർ മുതലാളിയായിരുന്ന അടൂർ പ്രകാശ് എന്ന് കരുതേണ്ടി വരും എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കറിയാം VM സുധീരനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് K ബാബുവിനെയും അടൂർ പ്രകാശിനെയുമാണ്. ഒന്ന് ആലോചിക്കണം, VM സുധീരനും ഈഴവനാണ്, ഈ 2 പേരും ഈഴവ സമുദായത്തിൽ നിന്നുള്ളവരാണ്. പക്ഷേ VM സുധീരൻ ഏറ്റവും ശക്തമായി അദ്ദേഹത്തിൻ്റെ മദ്യനയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തമായി കേരളത്തിൽ അലയടിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത്, കോഴ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് സുധീരനെടുത്ത നിലപാട്, അദ്ദേഹം ഒരിക്കലും നിലപാടിൽ വെള്ളം ചേർക്കാറില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു രീതിയിലും ആർക്കും വഴങ്ങിക്കൊടുക്കാറുമില്ല. അതുകൊണ്ട് തന്നെയാണ് അടൂർ പ്രകാശിനെതിരെയും ബാബുവിനെതിരെയും നിലപാട് കടുപ്പിച്ചത്. എന്നിരുന്നാൽ പോലും അടൂർ പ്രകാശ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20,700 വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് കോന്നി നിയോജക മണ്ഡലത്തിൽ ജയിച്ചു പോകുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. എന്നാൽ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, ഇപ്പോൾ നടേശൻ എടുക്കുന്ന തീരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് VD സതീശൻ കൊടുത്ത മറുപടി, ഇതിലേക്ക് കൃത്യമായൊരു ഇടപെടൽ എന്തുകൊണ്ട് അടൂർ പ്രകാശ് നടത്തുന്നില്ല എന്ന് കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിൽ ചോദ്യമുണ്ടാവുകയാണ്. അത് പറയാൻ ബാധ്യസ്ഥനായി, അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനായി അടൂർ പ്രകാശ് നിൽക്കേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ചുമ്മാതല്ല അദ്ദേഹം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഇത്രയധികം ശോഭിച്ചിരിക്കുന്നത്. 28 കൊല്ലത്തിലപ്പുറത്തേക്ക് അദ്ദേഹം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ലോക്സഭയിലും നിയമസഭയിലുമായി അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നു എന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്.